പ്രിയ ദൈവജനമേ, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 11 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വിചിന്തനത്തിന് ആധാരം. കർത്താവ് ഉയർത്തെഴുന്നേറ്റു, ഹല്ലേലൂയ. കല്ലറയ്ക്കൽ കരഞ്ഞുകൊണ്ട് നിന്ന മഗ്ദലന മറിയത്തിന്റെ സങ്കടം മായ്ച്ചു കളയുന്ന ഉദ്ധിതനായ ഈശോയെയാണ് നാം ഇവിടെ കാണുക. സ്നേഹിച്ചവനെ നഷ്ടപ്പെട്ട വേദനയിൽ ആരെന്ന് തിരിച്ചറിയാതെ നിൽക്കുന്ന മറിയത്തെ മറിയമേ എന്ന് പേര് ചൊല്ലി വിളിക്കുന്നതിലൂടെ തികച്ചും വ്യക്തിപരമായ ആത്മബന്ധത്തിന്റെ വലിയ ആഴമാണ് കർത്താവായ യേശു നമ്മോട് ഇന്ന് വെളിപ്പെടുത്തുന്നത്. പാപത്തിന്റെ അന്ധകാരത്തിൽ നിന്ന് തന്നെ മോചിപ്പിച്ച ഗുരുവിനെ തേടുന്ന ഏതൊരു ആത്മാവിനെയും കർത്താവ് ഇന്നും പേര് ചൊല്ലി വിളിക്കുന്നു. ഈസ്റ്റർ ചൊവ്വയിലെ ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും സങ്കടത്തിന്റെ കല്ലറയ്ക്കൽ പ്രത്യാശയുടെ വെളിച്ചമായി കർത്താവ് നിൽക്കുന്നു എന്നതാണ്. ലോകത്തിന്റെ സന്തോഷങ്ങൾക്കിടയിൽ യഥാർത്ഥ സന്തോഷം നൽകുന്ന അവിടുത്തെ സ്വരം തിരിച്ചറിയാൻ നാം കാതോർക്കേണ്ടതുണ്ട്. തന്റെ ഗുരുവിനെ തൊടാൻ ആഗ്രഹിച്ച മറിയത്തോട് എന്നെ പിടിച്ചു വെക്കരുത് എന്ന് പറയുന്നതിലൂടെ ഭൗതികമായ സാന്നിധ്യത്തെക്കാൾ ഉപരിയായി ആത്മീയമായ സാന്നിധ്യത്തിലേക്ക് വളരാൻ കർത്താവ് അവളെ ക്ഷണിക്കുന്നു. താൻ പിതാവിന്റെ അടുത്തേക്ക് പോകുന്നു എന്ന സന്ദേശം ശിഷ്യന്മാരെ അറിയിക്കാൻ അവളെ ഏൽപ്പിക്കുന്നതിലൂടെ ഉദ്ധാനത്തിന്റെ ആദ്യ പ്രഘോഷകയായി മറിയത്തെ ദൈവം ഉയർത്തുന്നു. ഞാൻ കർത്താവിനെ കണ്ടു എന്ന മറിയത്തിന്റെ വാക്കുകൾ ഇന്നും തിരുസഭയുടെ വിശ്വാസ പ്രഖ്യാപനമായി നിലനിൽക്കുന്നു. നമ്മുടെ ജീവിതത്തിലും അതെ, നിങ്ങളുടെയും എന്റെയും ജീവിതത്തിൽ ഉദ്ധിതനായ കർത്താവിനെ കണ്ടുമുട്ടുകയും ആ അനുഭവം സഹോദരങ്ങളുമായി പങ്കുവെക്കുകയും കുടുംബവുമായി പങ്കുവെക്കുകയും അയൽക്കാരുമായി പങ്കുവെക്കുകയും ചെയ്യുമ്പോഴാണ് ക്രിസ്തീയ ജീവിതം പൂർണ്ണമാകുന്നത്. സ്നേഹത്തിന്റെ തീക്ഷ്ണതയുള്ളവർക്ക് മാത്രമേ ക്രിസ്തുവിനെ ഇത്ര വേഗത്തിൽ തിരിച്ചറിയാനും പ്രഘോഷിക്കാനും കഴിയൂ എന്ന് ഈ സുവിശേഷ ഭാഗം ഇത്തരണത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നു. നിരാശയുടെ കണ്ണുനീർ തുടച്ചു മാറ്റി പ്രത്യാശയുടെ പ്രകാശവുമായി മുന്നേറാൻ മഗ്ദലന മറിയത്തിന്റെ ഈ അനുഭവം നമുക്കോരോരുത്തർക്കും ഇന്ന ദിവസം കരുത്തേകട്ടെ. ഉദ്ധിതനായ കർത്താവ് തന്റെ സ്വർഗീയ കൃപകളാൽ നിങ്ങളെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.